പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ പരിപാടി ഖുർആൻ നിയമ സെമിനാർ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ്. വണ്ടൂരിലെ ഖുർആൻ നിയമ സെമിനാറിന് എന്ന് പറഞ്ഞിട്ടാണ് പണ്ഡിതന്മാർക്ക് കത്തയച്ചിട്ടുള്ളത്. അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഖുർആൻ നിയമ സെമിനാർ എന്നതിനെപ്പറ്റി രണ്ടു വാക്ക് പറയേണ്ടതുണ്ട്. സുന്നത്ത് ജമാഅത്ത് ഉടലെടുത്ത കാലം മുതൽ 1000-ലേറെ വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഖുർആൻ നിയമ സെമിനാർ എന്ന പേരിൽ ഒരു സംഘം ചേരൽ ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ കേരളത്തിൽ നിന്നല്ല, ലോകത്തെവിടെയും ഖുർആൻ നിയമ സെമിനാർ എന്നതിന്റെ പേരിൽ ഒരു പ്രഭാഷണം, ഒരു ചർച്ചാ സമ്മേളനം, ഒരു സിമ്പോസിയം നടത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു ചരിത്ര സത്യമാണ്. ഇത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. എന്തിന്? ഞാൻ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലല്ല. ഇത് വലിയൊരു സംഭവമാണല്ലോ. ഖുർആൻ ശാസ്ത്ര സെമിനാർ, ഖുർആൻ അക്ഷര സെമിനാർ, ഖുർആൻ ചരിത്ര സെമിനാർ, ഖുർആൻ പാരായണ മത്സരം, ഖുർആൻ ഹിഫ്ദ് മത്സരം, ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അതിനൊക്കെ സമ്മാനങ്ങളുണ്ട്. പക്ഷേ ഖുർആൻ നിയമ സെമിനാർ എന്ന പേരിൽ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ, ഒരു ഫംഗ്ഷൻ നടത്താൻ ഈ സമുദായത്തിൽപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെയോ അല്ലെങ്കിൽ സമസ്ത നദ്വത്ത് ജമാഅത്ത് എന്നീ ഗ്രൂപ്പുകളുടെയോ ഏതെങ്കിലും ഒരു വിഭാഗം ഇന്ന് വരെ ഖുർആൻ നിയമ സെമിനാർ എന്ന പേരിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ, സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ അതുണ്ടായിട്ടില്ല. എന്താണ് അതിന് കാരണം? നമ്മളറിയണ്ടേ. ഖുർആന്റെ ചരിത്രം പറയാം, ശാസ്ത്രം പറയാം, പാരായണ മത്സരം പറയാം, ഹിഫ്ദ് മത്സരം പറയാം, ഉച്ചാരണ മത്സരങ്ങളൊക്കെ നടത്താം. ഖുർആനിന്റെ ആശയാദർശങ്ങൾ എന്താണെന്ന് വസ്തുനിഷ്ഠമായിട്ട് സമഗ്രമായി പരിശോധിച്ച് സമുദായത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഖുർആൻ നിയമ സെമിനാർ ആരും സംഘടിപ്പിക്കാറില്ല എന്നതിന്റെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത്ര മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. എന്നാൽ ലേശം ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. എന്താണ് ഖുർആൻ നിയമ സെമിനാർ വെച്ചാൽ ഇവർക്ക് അബദ്ധം? വെറുതെ കാണാപ്പാടം വായിക്കുന്നതിന് 2.5 ലക്ഷം, 3 ലക്ഷം ഡോളർ വരെ ഇവിടെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഹിഫ്ദ് മത്സരത്തിന് ഖുർആനിൽ നിന്ന് എന്ത് മഹാൻ സത്യങ്ങൾ, അത്ഭുതകരമായ സത്യങ്ങൾ, വ്യവസ്ഥിതികൾ ആര് കണ്ടുപിടിച്ചിരുന്നാലും അവർക്കൊരു നയാ പൈസ കൊടുക്കാനുള്ള സംവിധാനം, അങ്ങനത്തെ ഒരു പദ്ധതി ലോകത്തില്ല. കിട്ടാൻ വേണ്ടി പറയല്ല. എന്താ അതിന് കാരണം? ഖുർആനിലുള്ള ആദർശങ്ങളും ആശയങ്ങളും മനുഷ്യന് ഉപകാരമുള്ളത് അതിവിടെ പ്രചരിപ്പിക്കണമെന്ന് ആർക്കും മോഹമില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ എന്ത് പ്രചരിപ്പിക്കണം? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ ആദർശങ്ങളും ആശയങ്ങളും നിയമങ്ങളും ഒക്കെ, ശരീഅത്ത് നിയമങ്ങളൊക്കെ ഇവിടെ നിലനിർത്തണം. അതാണ് എല്ലാവരുടെയും ആവശ്യം. എന്താണ് ഇതിങ്ങനെ ഒരു ചിന്താഗതി വരാൻ കാരണം? മറ്റൊന്നല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സമൂഹത്തിന്, മനുഷ്യ ലോകത്തിന് ആകമാനം മാർഗദർശനമായിട്ടുള്ള ഒന്നാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് അള്ളാഹു പറയുന്ന ഇസ്ലാം ഉണ്ടല്ലോ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നിതാ ഹജ്ജത്തുൽ വദാഇന്റെ ആ ദിവസത്തിൽ ഇറങ്ങുന്നതാണ് ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അന്ന് അള്ളാഹു അവസാനത്തെ പ്രഖ്യാപനമായിട്ട് നബിക്ക് അവതരിപ്പിച്ചു കൊടുത്ത ആയത്തിൽ പറഞ്ഞതെന്നറിയോ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇതാ
ഇന്ന് നിങ്ങളുടെ ദീനൊക്കെ പരിപൂർണമാക്കി തന്നിരിക്കുന്നുട്ടോ. അന്ന് ഈ ഭൂമുഖത്തുള്ള ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എത്ര ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. അക്മൽത്തുലക്കും അല്യോമ അക്മൽത്തുലക്കും ദീനക്കും അത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ അത് സമ്പൂർണമാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമാകുന്ന ഖുർആൻ വിവരിക്കുന്ന ഖുർആനിൽ നിന്ന് ക്രോഡീകരിച്ചെടുത്ത നിയമസംഹിതകൾ എന്തൊക്കെയാണോ അതെല്ലാം കൂടിയുള്ള ആ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ശരിയായ മതമായിട്ട് അംഗീകരിച്ച് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു എന്ന് നബിയുടെ അന്ത്യഘട്ടത്തിൽ ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഇറങ്ങിയത് ലോകത്തുള്ളവരൊക്കെ സമ്മതിച്ചതുമാണ്. ഇതിലൊരു പുരോഹിതനും തർക്കൂല. പക്ഷെ അന്ന് പൂർണ്ണമായ ആ ഇസ്ലാം ദീൻ ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് പരിപൂർണമാക്കി തന്ന അന്നത്തെ ദീൻ, അന്നത്തെ ആ ദീനിന്റെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തൊരാൾക്കും പറയാൻ കഴിയില്ല. അന്ന് രണ്ടാമത്തൊരു ഗ്രന്ഥം ഇസ്ലാമിലുണ്ടായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല, സാധ്യല്ല. പറഞ്ഞാൽ അത് പച്ച നുണ. ഖുർആൻ ഏക ഗ്രന്ഥം മാത്രമാണെന്നുള്ളത്. അതിനെ പറ്റി അള്ളാഹു പറഞ്ഞ ഒന്ന് രണ്ട് പ്രസ്താവന വേറെയും നിങ്ങളെ കേൾപ്പിക്കാം. ഈ ഖുർആൻ നിനക്ക് നാം അവതരിപ്പിച്ചു തന്നത് തിബിയാനൻ ലികുല്ലി ശൈഇൻ, മതപരമായ എല്ലാ പ്രശ്നങ്ങളുടെയും സമ്പൂർണ്ണ വിവരണമായിട്ടാണ് ഈ ഖുർആൻ നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. വഹുദൻ വറഹ്മതൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. ഇത് ഈ ഖുർആൻ ഒറ്റയ്ക്ക്, അതിന്റെ കൂടെ രണ്ടാമത്തൊന്നില്ല. ഈ ഖുർആൻ ഹുദൻ, അത് തന്നെയാണ് മാർഗദർശനം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ഋജുവായ ഉത്തമമായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഇത് തന്നെ പറയുന്നത്. അതാണ് ഹുദൻ എന്ന് പറയുന്നത്. റഹ്മത്തുൻ, അതാണ് ഹുദൻ റഹ്മത്തൻ. എല്ലാ ലോകത്തിനും മനുഷ്യലോകത്തിന്റെ ആകമാനം അനുഗ്രഹമായിട്ടുള്ളതാണത്. അതിലുള്ളത് പഠിച്ചാൽ അനുഗ്രഹം, ആശ്വാസമാണ്, സമാധാനമാണ്. ഖുർആനിലുള്ള ആശയങ്ങളും ആദർശങ്ങളും പഠിച്ചാൽ നമ്മൾക്ക് വളരെയധികം മനസ്സമാധാനം കിട്ടും. ഇഹത്തിലും പരത്തിലും സുഖമായിട്ട് ജീവിക്കാൻ കഴിയും. ഓ ബുശ്റാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കൊക്കെ സന്തോഷ വാർത്തയായിട്ടുള്ള ഒരു സാധനമാണ് ഖുർആൻ. അതിൽ എവിടെ നോക്കിയിരുന്നാലും നമുക്ക് സന്തോഷമേ കിട്ടുള്ളൂ. ഖുർആനിൽ നിന്ന് ഏതൊരാശയം മനസ്സിലാക്കിയിരുന്നാലും നമുക്ക് സന്തോഷം വന്നു. ഓ, അള്ളാഹു പറഞ്ഞതാണല്ലോ ഇക്കാര്യം. ഒരാദർശം പറഞ്ഞാൽ നമുക്ക് സന്തോഷമായി.